Hello everyone. Welcome to Scholars Hub. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബ്ലോക്ക് 3യുടെ അതായത് നിങ്ങളുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഒരു സെമസ്റ്ററിലെ ബ്ലോക്ക് 3യുടെ ഒരു റിവിഷനാണ്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു റിവിഷനാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് 4 യൂണിറ്റാണ് വരുന്നത്. ആ 4 യൂണിറ്റും നമ്മളൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവിഷൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഒരു രീതിയിൽ നമ്മളതിനെ ഡിസ്കസ് ചെയ്യും. നമുക്ക് എല്ലാം ഏരിയാസും നമുക്കിതിൽ ഫുള്ളായിട്ട് തറവായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എങ്ങനെയാണ് എക്സാമിന് വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ഇത് കുറച്ച് ഗ്രാമർ അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ്. അപ്പോൾ നമുക്കിത് ഒരുപാട് സമയം വേണം ഇതെല്ലാം കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റിവിഷൻ പോലെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ ഓടിച്ച് പോയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ബ്ലോക്ക് 3 എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എസ്പെഷ്യലി ഈ ഗ്രാമറും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസുമാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൽ മാക്സിമം പ്രാക്ടീസാണ് വേണ്ടത്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ തറവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കോളേഴ്സ് ഹബ് ഇതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഗ്രാമേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട് തറവായിട്ടുള്ള. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്യാറുണ്ട്, ലൈവ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. സോ ഇതെല്ലാം നമ്മൾ സ്കോളേഴ്സ് ഹബിൻ്റെ കീഴിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ യു ക്യാൻ ജോയിൻ ദ ക്ലാസ്സസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിൽ യൂണിറ്റ് 1ൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, പ്രധാനമായിട്ട് നമ്മൾ ക്രിയ, കർത്താവ് എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അത് നേരെ ഇംഗ്ലീഷിലാക്കിയ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മുടെ ലാംഗ്വേജിൽ ഏതൊക്കെയാണ് ഉള്ളത് എന്ന് പഠിക്കുന്ന ഒരു ഏരിയയാണ്, ഒരു യൂണിറ്റാണത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് 8 പാർട്സ് ഓഫ് സ്പീച്ചുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് നൗണ്, പ്രൊനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജങ്ഷൻ. അല്ല, ഫസ്റ്റത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നൗണാണ്. നൗൺ എന്ന് പറഞ്ഞാൽ പേര്, നമ്മളൊരു നാമം എന്നൊക്കെ പറയില്ല, നമ്മളൊരാളെ പേര് വിളിക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറയാം, അതൊക്കെ പേരുകളിൽ പെടും. അപ്പോൾ ഈ ഒരു നൗണ് അതിലെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നൗണുകളുണ്ട്. ആ നൗണുകളെ പറ്റിയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഏത് നൗണിനെ കുറിച്ചും നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ പ്രോപ്പർ നൗണ്, കോമൺ നൗണ്, കോൺക്രീറ്റ് നൗൺ എന്നൊക്കെ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് നൗണുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കും എന്താണ് പ്രോപ്പർ നൗൺ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും എഴുതേണ്ടത്. അതല്ലെങ്കിൽ പ്രോപ്പർ നൗണിന് 2 എക്സാമ്പിൾസ് എഴുതുക, അല്ലെങ്കിൽ കോമൺ നൗണിന് 2 എക്സാമ്പിൾസ് എഴുതുക. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരിക. ഈ 2 രീതിയിലും നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനും അറിയണം, അതുപോലെ തന്നെ ആ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള നൗണുകളുടെ എക്സാമ്പിൾസും അറിയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ നൗൺ ദാറ്റ് നെയിംസ് എ സ്പെസിഫിക് പേഴ്സൺ. അതായത് ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള കീവേഡ്സുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ കാണിക്കുന്നതാണ് പ്രോപ്പർ നൗൺ. ഒരാളുടെ പേരൊക്കെ പറയില്ല, ഇപ്പോൾ ഇന്ത്യ, അതുപോലെ തന്നെ ഈഫേൽ ടവർ, അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഇപ്പോൾ രാമൻ, രാമു, ഗീത, ഇതൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേരാണ്. അല്ലെങ്കിൽ ഇന്ത്യ, അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള പേരാണ്. ഈഫേൽ ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടവറാണ്. അപ്പോൾ ട്രംപ് ടവർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടവറിൻ്റെ പേരാണ്. അപ്പോൾ അതുപോലെ സ്പെസിഫിക് ആയിട്ടൊരു പേര് പറയുന്നതാണ് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട്, ഇവിടെ കീവേഡ് ജനറൽ എന്നാണ്, ജനറൽ പേഴ്സൺ. അതായത് ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ജനറലാണ്. ഇപ്പോൾ സിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ബോയ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത്. ആ ബോയുടെ പേര് രാമനാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആയി. ആ സിറ്റിയുടെ പേര് സാന്റിയാഗോ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ മുംബൈ എന്നാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആയി. ജസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയണം, അപ്പോൾ അത് കോമൺ നൗൺ ആണ്. മോണുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ജനറൽ ആയിട്ട് പറയുന്നതാണ്, അപ്പോൾ അതൊരു കോമൺ നൗൺ ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മോണുമെൻറ്റിൻ്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്
പ്രോപ്പർ നൗൺ ആവും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കും, എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് കോമൺ നൗൺ എന്ന് ചിലപ്പോൾ ചോദിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ 2 എക്സാമ്പിൾസ് എഴുതാൻ പറയും. സോ ഈ 2 രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് നൗൺ എന്താണ്? സംതിങ് ദാറ്റ് ക്യാൻ ബി സീൻ ഓർ ടച്ച്ഡ്. നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് കോൺക്രീറ്റ് നൗൺ. എന്തും ബുക്ക്, പെന്ന്, ആപ്പിൾ, ടേബിൾ ഇതൊക്കെ നമുക്ക് കാണാനും തൊടാനും പറ്റും. അതാണ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ്സ് ആൻ ഐഡിയ, ഒരു ഐഡിയയൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ നമുക്ക് തൊടാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലവ്, ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തൊടാനൊന്നും പറ്റില്ലല്ലോ. അതൊരു ഐഡിയ ആണ്, അതിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എ വേർഡ് ദാറ്റ് റെഫേഴ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടത്തിനെ പറയുന്നതിനെയാണ് കളക്റ്റീവ് നൗൺ. അതിൻ്റെ എക്സാമ്പിളാണ് പ്ലേയേഴ്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കളക്റ്റീവ് നൗണാണ്. മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ മെറ്റീരിയൽ, ജീവനില്ലാത്ത സബ്സ്റ്റൻസുകളെ കുറിച്ച് പറയുന്നത്. ഗോൾഡ്, സിൽവർ, കോട്ടൺ, വുഡ് മെറ്റീരിയൽ നൗൺ. കൗണ്ടബിളും ഉണ്ട്, അൺകൗണ്ടബിളും ഉണ്ട്. ക്യാൻ ബി കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് പെന്ന്, ചെയറൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാം. 10 പെന്നുണ്ട്, 10 ചെയർ ഉണ്ട് എന്നൊക്കെ പറയാം. അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസുകളുണ്ട്. വാട്ടർ, നമുക്ക് 10 വാട്ടർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. 10 എയർ, 10 വായു ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ വായു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. 10 മേഘങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അറിയില്ലേ? 10 ആകാശം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ്. അന്തരീക്ഷത്തിനൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. പിന്നെ പൊസസീവ് നൗൺസ് ഉണ്ട്. എന്താണ് പൊസസീവ് നൗൺ എന്ന് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. പ്രോപ്പർ നൗൺ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഏത് നൗൺ വേണമെങ്കിലും ചോദിക്കാം. പൊസസീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഷോസ് ഓണർഷിപ്പ്, ഒരാളുടേതാണ്, എൻ്റേതാണ്, മൈൻ എന്ന് പറയും. ഹെർസ് എന്ന് പറഞ്ഞാൽ അവളുടേതാണ്. ഇവിടെ കണ്ടില്ലേ, മാരിയാസ്, ദ ഡോഗ്സ് ടെയിൽ, പട്ടിയുടെ വാല്, അവൻ്റേതാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പൊസസീവ് നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പൗണ്ട് നൗൺ ഉണ്ട്. കമ്പൗണ്ട് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നൗണുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒന്നാവുന്നത്, ഒരു വേർഡാവുന്നത്, ഒരു നൗണാവുന്നത്. അതാണ് ഫോർ എക്സാമ്പിൾ ടൂത്ത് പേസ്റ്റ്, പല്ല്, പേസ്റ്റ്, ഇത് 2ഉം കൂടി ഒരുമിച്ചിട്ടാണ് ടൂത്ത് പേസ്റ്റ് ആവുന്നത്. ബെഡ്റൂം, ബെഡും റൂമും ചേർന്നാൽ ബെഡ്റൂം, അതിനെയാണ് കമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് കമ്പൗണ്ട് നൗൺ, എന്താണ് പ്രോപ്പർ നൗൺ, ഇതൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ ഈ ഓരോ നൗണ് തന്നിട്ട് പ്രോപ്പർ നൗണിൻ്റെ 2 എക്സാമ്പിൾ എഴുതുക, അല്ലെങ്കിൽ കമ്പൗണ്ട് നൗണിൻ്റെ 2 എക്സാമ്പിൾ എഴുതുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ സിംഗുലറും പ്ലൂറലും ഉണ്ട് നൗൺസിൽ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ബോയ്, അത് പ്ലൂറൽ ആണെങ്കിൽ ബോയ്സ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ബോയിയുടെ പ്ലൂറൽ ഫോം എഴുതുക, അല്ലെങ്കിൽ ടേബിളിൻ്റെ പ്ലൂറൽ ഫോം എഴുതുക. അത് നിങ്ങൾ സ്പെല്ലിങ് തെറ്റാതെ കറക്റ്റായിട്ട് എഴുതണം അതിൻ്റെ പ്ലൂറൽ ഫോം. അല്ലെങ്കിൽ ഒരു പ്ലൂറൽ ഫോം തന്ന് അതിൻ്റെ സിംഗുലർ എഴുതാം. അത് നിങ്ങളുടെ വൊക്കാബുലറിക്ക് അനുസരിച്ചാണോ. നിങ്ങൾ എത്ര സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആവില്ല, കുറച്ച് ഹാർഡായിട്ടുള്ള വേർഡ്സുകളായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വൊക്കാബുലറീസ് ഉണ്ടോ അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് അതിന് എക്സാം ആൻസർ എഴുതാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നിങ്ങളെ മെറ്റീരിയലിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ജെൻഡർ, മാസ്കുലിൻ, ഫെമിനിൻ ജെൻഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ കിങ്, ക്യൂന്, മാൻ, വുമൺ എന്നൊക്കെ പറഞ്ഞാൽ കിങ് ആണാണ്, അതിൻ്റെ നേരെ എന്താണ് വിപരീതമല്ല, ഫീമെയിൽ വേർഷനാണ് ക്യൂൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ വെയിറ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു വേർഡ് തന്നിട്ട് ഇതിൻ്റെ ഫെമിനൈൻ, ഇതിൻ്റെ ഫീമെയിൽ വേർഷൻ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെത് വെയിട്രസ് എന്നാണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ ഭാര്യയുടെ പേര് കൗണ്ടസ് എന്നാണ്. അപ്പോൾ പ്രഭു എന്നുള്ളതിൻ്റെ ഫീമെയിൽ വെർഷൻ അല്ലെങ്കിൽ ഫെമിനൈൻ വെർഷൻ എഴുതാൻ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നേരെ തിരിച്ചും ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ പ്രോണൗണിൻ്റെ കേസിൽ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സണൽ പ്രോണൗൺസ്, പൊസസീവ് പ്രോണൗൺസ്, റിഫ്ലെക്സീവ് പ്രോണൗൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോണൗണുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഐ, യു, ഹി, ഷീ, വി, ദേ എന്നൊക്കെ പറയുന്നതാണ് പേഴ്സണൽ പ്രോണൗൺ. അതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണൽ പ്രോണൗൺസിൻ്റെ 2 എക്സാമ്പിൾസ് എഴുതുക, അല്ലെങ്കിൽ പൊസസീവ് പ്രോണൗൺസിൻ്റെ 2 എക്സാമ്പിൾസ് എഴുതുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാ പ്രോണൗൺസും നിങ്ങൾ പഠിക്കണം, അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾക്ക് അറിയണം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ വെർബുകളിൽ, വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, ക്രിയകളെയാണ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർബിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ലെക്സിക്കൽ വെർബ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് ലെക്സിക്കൽ വെർബ്? മെയിൻ ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സിൻ്റെ സെൻറ്റൻസ്, അതായത് സെൻറ്റൻസിലുള്ള മെയിൻ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ ലെക്സിക്കൽ വെർബ് എന്ന് പറയാം. അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിലെ മെയിൻ ആക്ഷൻ ഓടുക എന്നുള്ളതാണ്. അപ്പോൾ റണ്ണാണ് അവിടുത്തെ ആക്ഷൻ വെർബ്, ലെക്സിക്കൽ വെർബ്. ഓക്കെ, അപ്പോൾ
അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം എന്താണ് ലെക്സിക്കൽ വെർബ്, അതല്ലെങ്കിൽ ലെക്സിക്കൽ വെർബിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്സിലറി ഹെൽപ്പിംഗ് വെർബ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. റൈറ്റ് 3 or 4 ഓക്സിലറി വെർബ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഡു, ഡസ് ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ റെഗുലർ വെർബുകൾ ഫോം ഓഫ് പാസ്റ്റ് ബൈ ആഡിങ് ഇ ഡി, അതായത് ഒരു പാസ്റ്റ് ടെൻസിൽ നമ്മൾ പറയില്ലേ വർക്ക്, വർക്ക്ഡ്, അങ്ങനത്തെ ഉണ്ടാവുമല്ലോ, വാക്ക്, വാക്ക്ഡ്, അതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നതാണ് റെഗുലർ വെർബ്. ഇപ്പോൾ ചില വെർബുകളുണ്ട്, ഈറ്റ്, എയ്റ്റ് ആണ്, ഈറ്റഡ് എന്ന് നമ്മൾ പറയില്ല. റണ്ണ്, റാൻ ആണ് അതിൻ്റെ സെക്കൻഡ് ഫോം വരുന്നത്. അത് റെഗുലർ അല്ല, അത് ഇറഗുലർ ആണ്. ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ആവാത്തതാണ് ഇറഗുലർ വെർബ്. മനസ്സിലായില്ലേ? ഗോ, വെൻറ്റ്, ഈറ്റ്, എയ്റ്റ് അതൊക്കെ ഇറഗുലർ വെർബാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും ചോദിച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കാം. മനസ്സിലായില്ലേ? റെഗുലർ വെർബ്, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്. സോ ഇതിൻ്റെയൊക്കെ നമ്മൾ ക്ലാസ്സസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ സ്കോളേഴ്സ് ഹബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ ട്രാൻസിറ്റീവ് വെർബ്, എന്താണ് ട്രാൻസിറ്റീവ് വെർബ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതുപോലെ നീഡ് ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ആ വെർബിന് ഒരു പരിപൂർണമായിട്ടുള്ള അർത്ഥം കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഷീ ബൗട്ട് എ ബുക്ക്, അതായത് അവളൊരു പുസ്തകം വാങ്ങി. അവൾ വാങ്ങി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം കംപ്ലീറ്റ് ആവില്ല. അവളൊരു പുസ്തകം വാങ്ങി എന്ന് പറയുമ്പോഴാണ് അതിന് അർത്ഥം കംപ്ലീറ്റ് ആവുന്നത്. അതാണ് ട്രാൻസിറ്റീവ് വെർബ്. ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെർബ് പറയുമ്പോൾ തന്നെ അർത്ഥം കംപ്ലീറ്റ് ആവും. ഹീ സ്ലീപ്സ് വെൽ, അവൻ നന്നായി ഉറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ കംപ്ലീറ്റ് അർത്ഥം കിട്ടി. അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അതിനെയാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റീവ് വെർബ്സ് ഉണ്ട്, ഡൈനാമിക് വെർബ്സ് ഉണ്ട്, ഫിനിറ്റീവ് വെർബ്സ് ഉണ്ട്, നോൺ ഫിനിറ്റീവ് വെർബ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതെന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം, അതല്ലെങ്കിൽ അതിനെ എക്സാമ്പിൾസ് ചോദിക്കാം. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജെറണ്ട് എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് ജെറണ്ട്? അതായത് ING ഫോം ഓഫ് എ വെർബാണ് ജെറണ്ട്. അതായത് ഐ ആം ഗോയിങ്, എസ്പെഷ്യലി കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുമല്ലോ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗോയിങ്, ഈറ്റിംഗ്, വാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ജെറണ്ടാണ്. ING ഫോം യൂസ് ചെയ്യുന്ന വെർബുകളെയാണ്, നൗണുകളെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അത് വെർബാവാം, നൗണാവാം, ഏതായാലും. പിന്നെ അഡ്ജക്റ്റീവാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡിഫൈ എ നൗണ്, ക്രിയാവിശേഷണം എന്നൊക്കെ പറയും. അതായത് ആ ഒരു നൗണിൻ്റെ വിശേഷണം, അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലാറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ആർ ദ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? ഏതൊക്കെയാണ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആൻസർ ആയിട്ട് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലാറ്റീവ് ഡിഗ്രി എന്നാണ് എഴുതേണ്ടത്. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പോസിറ്റീവ് ഡിഗ്രിയിൽ നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുക എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുക, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു സെൻറ്റൻസ് എഴുതുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകൾ എഴുതണം. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതണം. ഇപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നിങ്ങൾ ബിഗ്ഗർ എന്ന് കൊടുക്കണം. അപ്പോൾ ഐ ആം ബിഗ്ഗർ ദാൻ ഹെർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഒരു സെൻറ്റൻസ് എഴുതുക, അല്ലെങ്കിൽ വാട്ട് ഈസ് കമ്പാരിറ്റീവ് ഡിഗ്രി? കമ്പയർ 2 തിങ്സ് ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി പറഞ്ഞാൽ നോ കമ്പാരിസൺസ് ഒന്നും ഉണ്ടാവില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കമ്പയർസ് മോർ ദാൻ 2-നെയാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാം. ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഒരു സെൻറ്റൻസ് എഴുതുക, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു സെൻറ്റൻസ് എഴുതുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ഇതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ മെറ്റീരിയൽസിലുണ്ട്, നിങ്ങളതൊക്കെ നോക്കുക. പിന്നെ അതുപോലെ അഡ്വർബുകൾ. വാട്ട് ഈസ് അഡ്വർബ് ഓഫ് മാനർ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ അതിന് 2 എക്സാമ്പിൾസ് എഴുതുക. ഇപ്പോൾ ക്വിക്ക്ലി, സ്ലോലി, ഹാപ്പിലി എന്നൊക്കെ പറയുന്നതാണ് അഡ്വർബ് ഓഫ് മാനർ. അഡ്വർബ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നൗ, യെസ്റ്റർഡേ, സൂൺ എന്നൊക്കെ പറയുന്നത്. പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹിയർ, ദർ, എവ്രിവെയർ. അഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിൻ്റെ വിശേഷണങ്ങളെയാണ് അഡ്വർബ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ വിശേഷണമാണ്? നൗണിൻ്റെ, നാമങ്ങളുടെ വിശേഷണമാണ് അഡ്ജക്റ്റീവ്. വെർബിൻ്റെ വിശേഷണങ്ങളെ നമ്മൾ അഡ്വർബ് എന്ന് പറയും.
ഓക്കെ, അതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ അഡ്വർബ് ഓഫ് ഡിഗ്രീസ്, വെരി, ടു, ഇനഫ്, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. അഡ്വർബ് ഓഫ് ഫ്രീക്വൻസി വരുന്നുണ്ട്, ഓൾവേസ്, സംതിങ്. സോ ഇതൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ 2 എക്സാമ്പിൾ എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രിപ്പോസിഷൻസ് ആണ്, നെയിം 2 or 3 പ്രിപ്പോസിഷൻസ്, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ട് ഒരു ഡാഷ് ഇടും, എന്നിട്ട് ആ ഡാഷിൽ കറക്റ്റ് പ്രിപ്പോസിഷൻ ആഡ് ചെയ്യാൻ പറയും. ഷീ ഗോട്ട് എന്ന് കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഇട്ടിട്ട് ദുബായ്, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കറക്റ്റ് പ്രിപ്പോസിഷൻ നിങ്ങൾ ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കൺജങ്ഷൻസ് കറക്റ്റായിട്ട് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാം ഡാഷ് ഇട്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ബട്ട്, ഓർ, യെറ്റ്, ബിക്കോസ്, ഓൾദോ, ഇതൊക്കെയാണ് കൺജങ്ഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? 2 സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി. ഇൻ്റർജങ്ഷൻസ് ഉണ്ട്, എക്സ്പ്രസ് ഇമോഷൻസ് ഓഫ് സഡൻ ഫീലിങ്സിനാണ് ഇൻ്റർജങ്ഷൻ എന്ന് പറയുന്നത്. വാവ്, ഓ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻ്റർജങ്ഷൻ. അതുപോലെ തന്നെ ഡിറ്റർമൈൻസ് ഉണ്ട്, ആർട്ടിക്കിൾസ്, എ, ആൻഡ്, ദ എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വയ്ക്കുക. ഇതൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഷ് തരും. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് അവിടെ ഒരു ഡാഷ് ഇടും. അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രിപ്പോസിഷനോ ആർട്ടിക്കിൾസോ കൺജങ്ഷൻസ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയ കറക്റ്റായിട്ട് അറിയണം. നിങ്ങൾ കറക്റ്റായിട്ട് തറവായിട്ട് ആ ഒരു ഏരിയ പഠിക്കുക. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചുകളുണ്ട്, നെയിം, പ്രൊനൗൺ, ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്, വിത്ത് എക്സാമ്പിൾസ്, വിത്ത് നമ്മൾ ഒരുപാട് വർക്കുകളും അസൈൻമെൻറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് സ്കോളേഴ്സ് ഹബിൻ്റെ കീഴിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 1ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതുപോലെ കുറച്ച് ലോങ് യൂണിറ്റുകളാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ബ്ലോക്ക് 3 യൂണിറ്റ് 2ൽ നിങ്ങൾക്ക് സെൻറ്റൻസുകളെ കുറിച്ച് പഠിക്കാനുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ്. എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ആദ്യത്തെ എ സെക്ഷൻ, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാമർ പാർട്ടിൽ നിന്ന് മിക്കവാറും നിങ്ങൾക്ക് ആ ഒരു 3 ടൈപ്പ്, എസ്പെഷ്യലി ആദ്യത്തെ 2 ടൈപ്പ് 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ കൂടുതൽ വ്യക്തമാക്കുന്നില്ല. ഒരു ലോങ് സെൻറ്റൻസ്, ഒരു അർത്ഥമുള്ള ഒരു ഇതിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതിൽ സബ്ജക്റ്റ് ഏത്, പ്രെഡിക്കേറ്റ് ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു സെൻറ്റൻസ് ഉണ്ട്, അതായത് രവി പ്ലേസ് ക്രിക്കറ്റ്. ഇങ്ങനൊരു സെൻറ്റൻസ് തന്നിട്ട് ഇതിലെ സബ്ജക്റ്റ് ഏത്, പ്രെഡിക്കേറ്റ് ഏത് എന്ന് നമ്മളടുത്ത് ചോദിക്കും ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രവിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് രവി ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൻ്റെയർ ഇതുണ്ടല്ലോ, അവൻ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ വിത്ത് ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഏതൊരു വേർഡ് കിട്ടിക്കഴിഞ്ഞാലും സബ്ജക്റ്റായിട്ട് വരുന്നത് ആദ്യത്തിൽ വരുന്ന ആ ഒരു ഏരിയാസ് ആയിരിക്കും, ആ ഒരു നൗണിൽ വരുന്ന ഏരിയ ആയിരിക്കും സബ്ജക്റ്റ്. അതുപോലെ അവർ ചെയ്യുന്ന ആക്ഷൻസ് ആയിരിക്കും പ്രെഡിക്കേറ്റ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു സെൻറ്റൻസ് തന്നിട്ട് ഏതാണ് സബ്ജക്റ്റ് ഏതാണ് പ്രെഡിക്കേറ്റ് എന്ന് നമ്മളടുത്ത് ചോദിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ്. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂന്നല്ല, ആക്ച്വലി 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണം അസർട്ടീവ് സെൻറ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, ഇമ്പരറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് 4ഉം കൂടി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഓരോ പേജ് എഴുതാനുള്ള.
അപ്പോൾ നിങ്ങൾ ഈ 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അസർട്ടീവ് സെൻറ്റൻസ് എന്താണ്, അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്താണ്, എക്സ്ക്ലമേറ്റീവ് സെൻറ്റൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ദാറ്റ് സ്റ്റേറ്റ്സ് എ ഫാക്ട് ഓർ ഒപ്പീനിയൻ. അതായത് ഒരു കാര്യം, ഒരു ഫാക്റ്റിനെ കുറിച്ച് പറയുന്നതിനെയാണ് അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഐ ലൈക്ക് മാംഗോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാങ്ങ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത്തരം വേർഡ്സിനെ നമ്മൾ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. പിന്നെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെയുള്ള സെൻറ്റൻസുകളെയാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യവാക്യം. എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ. ഡു യു ലൈക്ക് മാംഗോസ്? എനിക്ക് മാങ്ങ ഇഷ്ടമാണോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? മനസ്സിലായല്ലോ. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ കമാൻഡ്, റിക്വസ്റ്റ്, അഡ്വൈസ്. അതായത് നമ്മളൊരാൾക്ക് ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അതായത് പ്ലീസ് ക്ലോസ് ഡോർ, അപ്പോൾ നമ്മളൊരു റിക്വസ്റ്റ് ആണ് പറയുന്നത്. അതല്ലെങ്കിൽ ഗിവ് മീ ദ പെൻ, പ്ലീസ് ഗിവ് മീ ദ പെൻ എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ അതൊരു കമാൻഡാണ്, വാതിലടക്ക് എന്ന് പറയുന്ന സമയത്ത്. അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കുക, പ്ലീസ് ഡോണ്ട് സ്മോക്ക്, ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വൈസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം വേർഡ്സുകളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശ്ചര്യപ്പെടൂലേ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ നമുക്കൊരു ആശ്ചര്യം തോന്നുന്ന അത്തരം വേർഡ്സുകളെയാണ്. വാട്ട് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ് സ്ട്രോങ് ഇമോഷൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, എന്ത് ഭംഗിയുള്ള ഡ്രസ്സ്. വാട്ട് ആൻ ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ആശ്ചര്യത്തോടു കൂടിയാണ് പറയുന്നത്. അത്തരം വേർഡ്സുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗുകൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇമ്പരറ്റീവ് അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം ഈ സെൻറ്റൻസുകളെ കുറിച്ച്, എക്സ്ക്ലമേറ്ററി ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സിംഗിളായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് കമ്മിങ്, ഈസിൻറ്റ് ഷീ, യു ലൈക്ക് ഐസ്ക്രീം, ഡോണ്ട് യു എന്നൊക്കെ ചോദിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഷീ ഈസ് കമ്മിങ് എന്ന് കൊടുത്തിട്ട് ഡാഷ് കൊടുത്തിട്ട് അവിടെ എന്താണ് കൊടുക്കേണ്ടത്, ഈസിൻ്റെ ഷീ ആണോ അതോ വാസിൻ്റെ ഷീ ആണോ ഷീ ഈസിൻ്റെ ആണോ, അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. അത് കുറച്ച് അധികം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ മെറ്റീരിയലിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് അവൈലബിൾ ആണ്. സോ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടു ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് പറയും. അതായത് ഷീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവളൊരു ടീച്ചറാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവളൊരു ടീച്ചറാണ്, നമ്മളൊരു കാര്യം പറഞ്ഞു, അവളൊരു ടീച്ചറാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയും. ഷീ ഈസ് എ ടീച്ചർ എന്നുള്ളത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആക്കുക, ചേഞ്ച് ഇൻ ടു എ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ നിങ്ങളത് ഈസ് ഷീ എ ടീച്ചർ എന്ന് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെയാണ് എഴുതേണ്ടത് ആൻസറായിട്ട്. അതൊരു ക്വസ്റ്റ്യൻ ആക്കി നിങ്ങൾ മാറ്റണം. അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറയും. ഡസ് ഹീ പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദ്യത്തിൽ തരും, അത് നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ പറയും. അപ്പോൾ നിങ്ങളത് ഹീ പ്ലേസ് ഫുട്ബോൾ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി നിങ്ങൾ ആൻസറിൽ മാറ്റണം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി ടു അസർട്ടീവ് സെൻറ്റൻസസ്. അതായത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്ന് അത് അസർട്ടീവ് സെൻറ്റൻസിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാം. അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറില്ല ജനറൽ പേപ്പറിന്, ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. അതായത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്നിട്ട് അത് അസർട്ടീവ് ആക്കാൻ. അപ്പോൾ വാട്ട് എ ഗ്രേറ്റ് മൂവി എന്നുള്ളത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇവിടെ നിങ്ങളൊരു ചിഹ്നം കാണുന്നില്ലേ, ഈ ഒരു ചിഹ്നം വന്നാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കും. ഇങ്ങനൊരു വാട്ട് എ ഗ്രേറ്റ് മൂവി എന്ന് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണെന്നുള്ളൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം അത് ഏത് ടൈപ്പാണെന്ന്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ക്ലമേറ്ററി അസർട്ടീവ് ആക്കാനൊക്കെ ചോദ്യം ചോദിക്കാം. വാട്ട് എ ഗ്രേറ്റ് മൂവി എന്നുള്ളത് നിങ്ങൾക്ക് അസർട്ടീവ് ആക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മൂവി എന്നാക്കി മാറ്റണം. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് അധികം കാണാറില്ല ജനറൽ പേപ്പറിന്. ഇംഗ്ലീഷ് സ്റ്റുഡൻസിനൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും വരാറ്. സോ ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ക്ലോസ് ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ഇമ്പരറ്റീവ് ആണ്. അത് നമുക്ക് ഇൻട്രോഗേറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഓരോന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ,
ക്ലോസ് ദ വിൻഡോ എന്നാക്കുമ്പോൾ അത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആവും, ക്വസ്റ്റ്യൻ ടൈപ്പ് ആവും. പിന്നെ നമുക്ക് കോംപ്ലക്സ് സെൻറ്റൻസും കോമ്പൗണ്ട് സെൻറ്റൻസും ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും കൂടി വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ്, എന്താണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കുറച്ച് ട്രിക്കിയാണ്, ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് ട്രിക്കിയാണ്. ഈ കോമ്പൗണ്ടും കോംപ്ലക്സും അതുപോലെ തന്നെ പോസിറ്റീവ് സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ. കോമ്പൗണ്ട് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം. ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല, ഇത് കുറച്ച് ട്രിക്കി ആയതുകൊണ്ടായിരിക്കും. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് ദാറ്റ് ഹാസ് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് ജോയിൻഡ് ബൈ എ കൺജങ്ഷൻ. അതായത് അതിൽ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ക്ലോസ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ 2 ഇൻഡിപെൻഡൻസ് ക്ലോസ് കൂടിയാലാണ് കമ്പൗണ്ട് സെൻറ്റൻസ് ആവുമെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ചിലപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്കോളേഴ്സ് ഹബ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണ്, കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുള്ള ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് എക്സാമ്പിൾസ്, വിത്ത് ഡിസ്കഷൻ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലെക്ചേഴ്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ജോയിൻ സ്കോളേഴ്സ് ഹബ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസും പോസിറ്റീവ് സെൻറ്റൻസസും. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ലൈക്സ് മ്യൂസിക്, അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണ്. ഷീ ഡസൻ ലൈക്സ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായി. മനസ്സിലായില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷീ ഡസ് നോട്ട് ലൈക്ക് മ്യൂസിക്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പോസിറ്റീവ് സെൻറ്റൻസ് വന്നിട്ട് അത് നെഗറ്റീവ് ആക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് വന്നിട്ട് അത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇതൊക്കെ വളരെ ഈസിയാണ്. ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഷീ ലൈക്സ് എന്നാണെങ്കിൽ ഷീ ഡസൻറ്റ് എന്നാക്കി കൊടുക്കുക. ഷീ ഹാസ് എന്നാണെങ്കിൽ ഷീ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഷീ ഹാസിൻ്റെ എന്നാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി അതിനനുസരിച്ച്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. ഓക്കെ. ലൈക്സ് വന്നു കഴിഞ്ഞാൽ ഡസൻ്റ് ആണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ ഡസ് നോട്ടാണ് ചേർക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ളത്. സോ മാക്സിമം നോക്കുക, നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ. സോ ഇതാണ് നമുക്ക് ബ്ലോക്ക് 2-ൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇത് മാക്സിമം നോക്കുക കേട്ടോ. ഓക്കെ. ബ്ലോക്ക് 3 യൂണിറ്റ് 3-ൽ കോൺകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ എഗ്രിമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ അറിയാലോ, ഐ വന്നു കഴിഞ്ഞാൽ ഐ ആം എന്നാണ് പറയുക. ഐ ഈസ് എന്ന് പറയില്ല, ഐ ഹാസ് എന്ന് പറയില്ല. ഐ ആം എന്ന് പറയും, ഐ ഹാവ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ വേർ ഞാൻ പോയിരുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ ഐ വാസ്. മനസ്സിലായല്ലേ? ഐ വാസ് ഗോയിങ്. ഐ വേർ എന്നും പറയില്ല. മനസ്സിലായല്ലേ? സോ ഇതിനെയാണ് നമ്മൾ കോൺകേർഡ് എന്ന് പറയുന്നത്. ഷീ ഹാസ് ആണ് പറയുക, ഷീ ഹാവ് എന്ന് പറയില്ല. അതല്ലെങ്കിൽ ഷീ ഈസ് ആണ് പറയുക, ഷീ ആം പറയില്ല. ഈ വാസ് പറയും, ഈ ആറ് പറയില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഇത്തരം ആ ഒരു സബ്ജക്റ്റിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അതിനിടയിൽ കറക്റ്റായിട്ടുള്ള ഓരോ പ്രിപ്പോസിഷൻസ് കറക്റ്റായിട്ട് ചേർക്കണം. ഈ ഒരു കാര്യത്തെ ഇതിൻ്റെ റൂൾസാണ് ഇത് ഈ കോൺകോഡിൽ കൃത്യമായിട്ട് പറയുന്നത്. അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. സബ്ജക്റ്റും വെർബും തമ്മിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യേണ്ടത്, അതിനിടയിൽ നമ്മൾ ഏതൊക്കെ പ്രിപ്പോസിഷൻസ് ചേർക്കണം, ഏതൊക്കെ കൺജക്ഷൻസ് ചേർക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് ചേർത്ത് വെക്കേണ്ടത്, എസ് ചേർക്കണോ ഇഎസ് ചേർക്കണോ, അത് പാസ്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ്, പ്രസൻറ്റിൽ വരുമ്പോൾ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏരിയയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ഏരിയാസും നോക്കി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ തറവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ദ ബോയ് ഈസ് പ്ലേയിങ്. നമുക്കവിടെ ദ ബോയ് ആർ പ്ലേയിങ് എന്ന് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ദ ബോയ്ക്ക് ശേഷം ദ ബോയ്സ് ആണെങ്കിൽ ദ ബോയ്സ് ആർ പ്ലേയിങ് എന്ന് കൊടുക്കാം. പക്ഷേ ദ ബോയ് സിംഗുലർ ആയതുകൊണ്ട് നമുക്കവിടെ ഈസേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അവിടെ നമുക്കൊരിക്കലും ആം കൊടുക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ഈസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ദ ബോയ് ഈസ് പ്ലേയിങ് എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ ദ ബോയ്സ് ആണെങ്കിലോ ദ ബോയ്സ് ആറാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അവിടെ ഈസ് കൊടുത്താൽ അത് തെറ്റാവും. അപ്പോൾ ഇതാണ് കോൺകേർഡ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനും വെർബും തമ്മിലുള്ള എഗ്രിമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഷീ റൈറ്റ്സ് എ ബുക്കാണ്.
ഷീ റൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ ഒരു എസ് ചേർത്തിരിക്കണം. സിംഗുലർ ഷീയോ ഹിയോ ഇറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു എസ് ചേർത്തിരിക്കണം. അതുപോലെ തന്നെ അയ്യോ ദേവി എന്ന് പറയും. ഐ യു ദേ വി വന്നു കഴിഞ്ഞാൽ നമ്മൾ എസ്ഒ ഇ എസ് സിംഗുലറിൻ്റെ കൂടെ എസ്ഒ ഇ എസ് ഒന്നും ചേർക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് ദേ റൈറ്റ്, ഐ റൈറ്റ് അങ്ങനെ കൊടുക്കണം. ദേ റൈറ്റ്, വി റൈറ്റ്. നമ്മൾ എസ്ഒ ഇ എസ് ഒ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷിയോ ഹിയോ ഇറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എസ്ഒ ഇ എസ് ഒ ചേർക്കണം. അതായത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന സമയത്ത്. സോ ഇതൊക്കെയാണ് കോൺകേർഡിൻ്റെ ചില റൂൾസുകൾ. ഇറ്റ് ഹാസ് എ പ്രോബ്ലം, ഇറ്റ് ഹാവ് എ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാസ് എ പ്രോബ്ലം എന്ന് പറയാൻ പറ്റുള്ളൂ. ഷീ ഹാസ് എ പ്രോബ്ലം, ഹീ ഹാസ് എ പ്രോബ്ലം, ഐ ഹാവ് എ പ്രോബ്ലം, ദേ ഹാവ് എ പ്രോബ്ലം, വി ഹാവ് എ പ്രോബ്ലം. അവിടേക്ക് നമ്മൾ ഹാവ് ആണ് കൊടുക്കേണ്ടത്. സിംഗുലർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആസ് കൊടുക്കും, എക്സെപ്റ്റ് ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ആണ് കൊടുക്കുക. ഐ അല്ലാത്ത എല്ലാ സിംഗുലറിനും നമ്മൾ ഹാസ് ആണ് കൊടുക്കുക. മനസ്സിലായില്ലേ? വി ദേ പോലെയുള്ള പ്ലൂറലിന് നമ്മൾ ഹാവ് ആണ് കൊടുക്കുക. അതല്ലെങ്കിൽ എസ് ഫോം ഉള്ള പ്ലൂറൽസ്, കുറച്ചാൾ ക്രൗഡ് എന്ന് പറയുമ്പോൾ അതൊരു കുറേ ആളുകളുള്ളതാണ്. അപ്പോൾ ക്രൗഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാവ് ആണ് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റൂൾസ് എന്ന് പറഞ്ഞാൽ. ദേ ആർ ആണ്, ദേ ഈസ് അല്ല, ദേ ആർ ആണ്. ദേ ആർ ഗോയിങ്. ദേ ഈസ് ഗോയിങ് പറഞ്ഞാൽ തെറ്റാണ്. ദേ ഹാസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദേ ഹാവ് ആണ്, ദേ ഹാവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. ഐ ഗോ, ഷീ ഗോസ്, ദേ ഗോ, ഹീ ഗോസ്, യു ഹാവ്, ഷീ ഹാസ്, ദേ ഹാവ്, ഹീ ഹാസ്, ഇറ്റ് ഹാസ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കൃത്യമാക്കണം. അതിനെയാണ് നമ്മൾ കോൺകേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹീ കൊടുത്തിട്ട് ഒരു ഡാഷ് ഇടും, എന്നിട്ട് അടുത്തൊരു വേർഡ് കൊടുക്കും. അല്ലെങ്കിൽ ഗോ, അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഗോസ്. ഇതിൽ ഏതാണോ കറക്റ്റ് അത് നമ്മൾ കറക്റ്റായിട്ട് ആൻസറിൽ എഴുതണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കൽ കോൺകോഡ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതുവരെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. എന്താണ് നാഷണൽ കോൺകോഡ്, എന്താണ് ഗ്രാമാറ്റിക്കൽ കോൺകോഡ് എന്നൊന്നും ചോദിക്കാൻ ചാൻസസ് കുറവാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. മിക്കവാറും നിങ്ങൾക്ക് ഇതിൻ്റെ എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് എഴുതാനായിരിക്കും ക്വസ്റ്റ്യൻസ് വരേണ്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ തറോ ആയിട്ട് നോക്കുക. മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി തറോ ആയിട്ട് നോക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ബാക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അതെല്ലാം നോക്കുക. നമ്മൾ സ്കോളേഴ്സ് ഹബിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് വെക്കാറുണ്ട് ഗ്രാമാറ്റിക്കൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ സ്കോളേഴ്സ് ഹബിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. ബ്ലോക്ക് 3 യൂണിറ്റ് 4 നമുക്ക് ടെൻസസ് ആണ് പഠിക്കാനുള്ളത്. ഇതും കുറച്ച് അധികം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഓക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസാണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ തറോ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഇത് സിമ്പിളാണ് ആക്ച്വലി, പക്ഷേ നിങ്ങൾക്ക് ഇതിനൊരു ഇൻട്രസ്റ്റ് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് താനും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലൊക്കെ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒരു 4 ടെൻസുകളാണ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ആർ ദ 4 ടെൻസസ്, 4 ഇമ്പോർട്ടൻറ്റ് ടെൻസസ്. ഏതൊക്കെയാണ് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെൻസസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. വിച്ച് ആർ ദ 4 ഫോംസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സിമ്പിൾ, പെർഫെക്റ്റ്, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ ഒരു സാധനമാണ് നിങ്ങളതിൽ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ 4 ഇമ്പോർട്ടൻറ്റ് ടെൻസസ് എന്നുള്ളൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിമ്പിളാണ്, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ആ ഒരു സാധനം നിങ്ങൾ എഴുതണം. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് ഒരു വെർബിന് 3 ഫോംസ് ഉണ്ട് എന്നുള്ളതാണ്. V1, V2, V3 എന്ന് പറയും. ഈ ഒരു സാധനം ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ വെർബിൻ്റെയും 3 ഫോമുകളുണ്ട്. അതായത് പ്രസൻറ്റ്, പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. കീപ്പ്, കെപ്റ്റ്, നോ, ന്യൂ, നോൺ, ലേ, ലൈഡ്,
ലീഡ്, ലെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഫോമുകളുണ്ട്. ഈ ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ ടെൻസുകളും വരുന്നത്. ഒന്നാമത് ബേസ് ഫോം, രണ്ടാമത്തത് പാസ്റ്റ് സിമ്പിൾ, മൂന്നാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ 3 ഫോമുകൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ടെൻസുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഹാബിറ്റ്, റൂട്ടീൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് എൻ്റെ പറയുന്നില്ല, കാരണം അത്ര അധികം ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഡാഷ് ഉണ്ടാവും, അതായത് ആ ഒരു ഏരിയ മിസ്മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ അവിടെ കറക്റ്റായിട്ടുള്ള വേർഡ് നിങ്ങൾ ചേർക്കേണ്ടി വരും. അതല്ലെങ്കിൽ തെറ്റിച്ചിട്ട് കൊടുക്കും, അത് ശരിയാക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏതെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. പ്രസൻറ്റ് ടെൻസ് ആവട്ടെ, പെർഫെക്റ്റ് ടെൻസ് ആവട്ടെ, എല്ലാം. കാരണം ഞാനിതിൻ്റെ എൻ്റെ ക്ലാസ്സസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2-3 hours നമുക്ക് ഇതിൻ്റെ ക്ലാസ് എടുക്കാനുണ്ടാവും, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. സോ നിങ്ങൾ മാക്സിമം ഈ എല്ലാ ടെൻസുകളും നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്കോളേഴ്സ് ഓഫ് കൊടുക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളിതിൻ്റെ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളെ മെറ്റീരിയലിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാസ്. താങ്ക് യു സോ മച്ച്.